നമ്മുടെയൊക്കെ കുട്ടിക്കാലം ഒരുപാട് അടിപൊളിയാക്കിയിട്ടുള്ള പലതരം മെമ്മറീസ് നമുക്ക് ഉണ്ടാവില്ലേ? അതുപോലെ എൻ്റെ കുട്ടിക്കാലം വളരെ കളർഫുൾ ആക്കിയിട്ടുള്ള ഒരുപാട് മെമ്മറികളിൽ ഒരു മെമ്മറിയാണ് ഈ വീട്. ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അന്ന് എങ്ങനെയാണ് ഈ വീട് ഉണ്ടായിന് അതേപോലെ തന്നെയാണ് ഇന്ന് ഈ വീട് കാണാൻ. ഈ വീട്ടിൽ നല്ലൊരു പഞ്ചരമാവും അതുപോലെ തന്നെ ഒരു പുളിമരം ഉണ്ടായിന്. അതുകൊണ്ട് തന്നെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ വീട്ടിൽ കയറിയതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ വീട്ടിൽ പോലും കയറില്ലേനി. ഈ കാണുന്ന ഭാഗത്തായിട്ട് നമ്മളെ മാവ് ഉണ്ടായിനി, നല്ല മധുരമുള്ള മാങ്ങേനി. പക്ഷെ അത് മുറിച്ച് ഈ ബാക്കി കാണുന്ന വീടുകളൊന്നും അന്നില്ലേനി, ഇത് ഫുള്ള് പറമ്പായിനി. അപ്പം ഈ വീടിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് കാണിച്ചു നമ്മൾ കൊല്ലായിന്ന് നേരെ കയറുന്നത് ഒരു റൂമിലേക്കാണ്. ഈ വീടിൻ്റെ വലിയൊരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഈ കാണുന്നൊരു ഹോളാണ്, നല്ല നീളത്തിലുള്ള ഹോളാണ്. എത്ര ആളുകൾക്ക് വേണമെങ്കിൽ ഈ ഹോളിൽ നിൽക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സൈഡിലൊരു റൂമുണ്ട്. പിന്നെ എന്ന് പറയുകയാണെങ്കിൽ മുകളിൽ ഇത്ര നീളത്തിലുള്ള ഒരു ഇടനായും അതുപോലെ തന്നെ നമ്മുടെ ഒരു റൂമുണ്ട്. പിന്നെ ഈ വീടിൻ്റെ വലിയൊരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ കുറേ വാതിലുകളുണ്ട്. അതുകൊണ്ട് നല്ല വെളിച്ചമാണ്. ഇവിടെ നമുക്ക് നല്ല രസമായിരിക്കും മഴ പെയ്യുന്ന സമയത്തൊക്കെ ശരിക്കും നമ്മൾ കാണണം, കാരണം അത്രമാത്രം വാതിലുകളുണ്ട്. നമുക്ക് മുറ്റത്തുനിന്ന് ഈ വാതിൽ കൂടിയും കയറാം, ഈ അപ്പുറത്തെ വാതിൽ കൂടിയും കയറാം, അതേപോലെ തന്നെ മുറ്റത്തേക്ക് ഇതിലൂടെയും പോവാം അതിലൂടെയും പോവാം. പിന്നെ ഇവിടുത്തെ വേറൊരു അടിപൊളിയായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഇവിടുത്തെ കിച്ചണാണ്, കുഞ്ഞ് കിച്ചണാണ്. പണ്ട് ഈ കിച്ചൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് കിണറ്റുനിന്ന് വെള്ളം മുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് അവർ ക്ലോസ് ചെയ്ത് ഇപ്പോൾ കിണറിരിക്കുന്നത് എന്ന് പറയുന്നത് വടക്കിനീൻ്റെ ഭാഗത്ത് കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ വടക്കിനി തുറന്നിട്ട് പിന്നെ ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ കുളിമുറിയാണ്. ഈ കുളിമുറി നിങ്ങൾ നോക്കിയാൽ കിണറ്റിൽ ഡയറക്റ്റാണ്, അതായത് കിണറ്റിൽ നിന്ന് നമുക്ക് കുളിമുറിയിൽ നിന്ന് ഡയറക്റ്റ് വെള്ളം മുക്കിയിട്ട് കുളിക്കാം. അല്ലെങ്കിൽ നമുക്കിവിടെ പൈപ്പിൻ്റെ സെറ്റപ്പ് ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നമ്മൾ ചൂടൊക്കെ എടുത്ത് വരുന്ന സമയത്ത് ഈ വെള്ളം കൊണ്ട് മുക്കി ഒഴിക്കുന്ന ഒരു സുഖം, ആഹാ. പിന്നെ നമ്മുടെ ഒരു പൂച്ചക്കുട്ടനുണ്ട്, ഇതിൻ്റെ പേര് എനിക്ക് മറന്നുപോയി. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് അവിടുന്ന് ഒരുപാട് ഓർമ്മകൾ അഴിവിറക്കി ഞാൻ പോയി.